2 കൊല്ലം ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു കളിക്കാരന് 2022 ലോകകപ്പ് ഫൈനൽ വരെ എത്തിയ ഫ്രാൻസ് ടീമിൽ സ്ഥാനം നഷ്ടമാകുന്നുണ്ട്. എന്നിട്ടും ഫ്രഞ്ച് ടീമിൽ പരിക്കൊരു സ്പോർട്സ് സൃഷ്ടിക്കുമ്പോൾ ഫ്രഞ്ച് കോച്ച് ദിശാംസ് തിരയുന്നതും അയാളുടെ നേരെ തന്നെയാണ്. എൻഗോളോ കാന്റെ യൂറോ സ്ക്വാഡിലേക്കും അവിടെ നിന്നും നേരെ ആദ്യ കളിയിലെ ഫസ്റ്റ് ടീമിലേക്കും എടുക്കുമ്പോൾ ലോക ഫുട്ബോൾ കൺട്രിയിലെ ഡിഫൻസീവ് മിഡിനൊരു ഇമോഷണൽ ഫെയർവെൽ ആയിരുന്നില്ല ഉദ്ദേശിച്ചത്. ആ കാര്യം തിരിച്ചറിയാൻ 90 മിനിറ്റുകൾ വേണ്ടി വന്നിട്ടുമില്ല. കാന്റെ ലിറ്ററിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. 85-ാം മിനിറ്റിൽ ഓസ്ട്രിയയുടെ ഒരു കിക്ക് കൗണ്ടർ സമനില ഗോളിനായി കുതിക്കുമ്പോൾ സലീബയുടെ മുന്നേറ്റമാണ് വിമ്മർ അവിടെ കയറ്റിവിടുന്നത്. കാന്റെ അല്പം പുറകിലായിരുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് പിടിക്കാൻ കഴിയില്ലെന്ന അവസ്ഥയാണ്. എന്നാൽ അസാധാരണമായ രീതിയിൽ കാന്റെ ആക്സിലറേഷൻ തുടങ്ങുന്നതും കുറുകെ ഓടിയെത്തി വിമ്മറുടെ മൊമെന്റം തെറ്റിച്ചതിനു ശേഷം പന്ത് ക്ലിയർ ചെയ്യുന്നതുമൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. ഫൗളും കാർഡുമില്ലാതെ സാധിച്ചെടുക്കുന്നിടത്താണ് അയാളുടെ ക്ലാസ് ഒരിക്കൽ കൂടി ലോകം കാണുന്നത്. മനോഹരമായ ഗോളുകൾക്കൊപ്പം തന്നെ നിൽക്കുന്ന ക്ലിനിക്കൽ ഡിഫൻസീവ് വർക്ക്, ടെക്നിക്കലി ബ്രില്യന്റ്, അവസാനിച്ചെന്ന് പലരും കരുതിയെടുത്തുനിന്ന് കാര്യമായ മാറ്റമില്ലാതെ തിരിച്ചു വരുന്ന എൻഗോളോ കാന്റെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡിഫൻസീവ് മിഡ്സ് വി ഹാവ് എവർ സീൻ. ചെൽസി എന്തിനാ അയാളെ കൈവിട്ടെന്ന് ഇന്നും മനസ്സിലാവുന്നില്ല. റയൽ ഒരിക്കലും ക്രൂസിനെ പരിഗണിക്കാത്ത ഒരാളെ കോച്ചാക്കുകയില്ല. കാരണം അയാൾ ടീമിന്റെ എഞ്ചിനാണ്. അതുപോലെ തന്നെയാണ് കാന്റെയും.